ആവശ്യമുള്ള ശക്തിയുടെ ഭാവേ അവരെ ഭോഗത്തിലുള്ള ഭാവേ ആരുടെ ജീവനായി ഭരണങ്ങളുടെ പരിശുദ്ധമായ ശക്തികൾ വ്യാപരിക്കുന്ന ഭാവേ. ഓ Jesus, hallelujah, hallelujah, hallelujah. Oh Jesus, hallelujah. Hallelujah.
സമാധാനത്തോടെ കർത്താവിനെ ആരാധിപ്പാൻ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ലോകം സമാധാനമില്ലാതെ കടന്നു പോകുമ്പോൾ, സമാധാനത്തിന്റെ അന്തരീക്ഷം ലോകത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ, നിമിഷം നേരം കൊണ്ട് ജീവിതങ്ങൾ പൊരിഞ്ഞു തീരുമ്പോൾ, യുദ്ധങ്ങളും യുദ്ധസ്തുതികളെല്ലാം കേൾക്കുമ്പോൾ, നമ്മുടെ അരുമനാഥൻ നമ്മളോട് പറഞ്ഞിരുന്നോ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ ചേർക്കുവാൻ വേഗം വരുമെന്നെ സ്തുതിയാണ് നമ്മുടെ ദേശത്തെല്ലാം കേൾക്കുന്നത്. ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും കർത്താവിനെ നന്ദിയോടെ ആരാധിപ്പാൻ, ദൈവത്തെ നന്ദിയോടെ സ്തുതിപ്പാൻ, നമ്മുടെ മണവാളിനെ എതിരേൽപ്പാൻ നമ്മളെ തന്നെ ഒരുക്കി കാത്തിരിക്കുന്നവരാൽ ദൈവത്തെ സ്തുതിക്കാൻ ദൈവങ്ങളെ കേൾപ്പിക്കാം. അടുത്ത ഞായറാഴ്ച നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമോ എന്ന് നമുക്കറിയത്തില്ല. അടുത്ത ഞായറാഴ്ച ഞാനും ഈ സഭയിലേക്ക് വരുമോ എന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ലഭിച്ച സമയം പാഴാക്കാതെ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും മൗനമായി നിൽപ്പാനല്ല, ഒരു മല പോലെ നിൽപ്പാനല്ല, ഹൃദയം നിറഞ്ഞു കവിയുന്ന സ്തുതി സ്തോത്രയാഗങ്ങൾ ദൈവത്തിന് അർപ്പിപ്പാൻ നമ്മുടെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചേൽപ്പിക്കാമോ? നന്ദിയോടെ ദൈവത്തെ ആരാധിപ്പാൻ, നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മളെ സ്തുതിപ്പാൻ, അവരെ നന്മകളെ എണ്ണി, അവരെ ഉപകാരങ്ങളെ എണ്ണി നന്ദിയോടെ മഹത്വപ്പെടുത്തുവാൻ ദൈവങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. നന്ദിയോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ആത്മാർത്ഥതയോടെ ദൈവത്തെ ആരാധിക്കാൻ ഏൽപ്പിക്കാമോ? എന്നും സെലുത്തിയിടുവേ ആയിരം പാടുകളോ എന്നോയിൽ കാലം മുഴുതും സരിച്ചിട്ട് ഉയർത്തിയിടുവേ എന്നും സെലുത്തിയിടുവേ
ഇസ്രായേലിൻ രാജാവ് എൻ ദൈവമാം കർത്താവേ ഞാൻ ഉമ്മയെ വാഴ്ത്തുകേൻ നന്മകളെ നിனைக்கிறேன் ഇന്ന് പകൽക്കാലം നന്മകളെ ഓർക്കാനുള്ള നേരമായിരുന്നു എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ എത്ര നന്മകൾ ചെയ്തു എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ എത്ര നന്മകൾ ചെയ്തു ആ നന്മകളെ ഓർത്ത് നന്ദിയോടെ ഒന്ന് സ്തുതിക്കാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ എണ്ണിയാൽ തീരാത്ത ഉപകാരങ്ങൾ നാഥൻ നടത്തിയ വഴികളിൽ ഓർത്താൽ നന്ദിയോടെ നന്ദിയല്ലാതെ ഒന്നും പറവാൻ നമ്മുടെ ജീവിതത്തിലില്ല അതിന് മാത്രം നന്മകളാലും കൃപകളാലും നമ്മളെ നിറച്ചു നടത്തുന്ന നമ്മുടെ കർത്താവിനെ ഹല്ലേലൂയ പ്രൈസ് നന്ദിയോടെ ഒന്ന് സ്തുതിപ്പാൻ നമ്മൾ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാമോ എത്രയും പേര് ഒരു നേരം ആധാരത്തിനു വേണ്ടി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു ഒരു പാർക്കുവാൻ ഒരിടത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന എത്രയോ പേര് നമ്മൾ ആരും കടത്തുന്നേലോ റോഡ് സൈഡിലോ കിടക്കുന്നവരാരും ഇവിടെയില്ല ആവശ്യത്തിന് 3 നേരം ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തത് കൊണ്ട് കഴിക്കാത്തവരാരും ഇവിടെയില്ല നല്ല വസ്ത്രം കർത്താവ് നമുക്ക് തന്നു എല്ലാറ്റിനും ഉപരിയായി ഇത്ര വലിയ രക്ഷയെ അവൻ പ്രൈസ് ലോർഡ് നാഥൻ തന്റെ കാൽവരി ക്രൂശിലെ ചോര കൊണ്ട് നിന്നെയും എന്നെയും വിലയ്ക്ക് വാങ്ങി മകനാക്കി മകളാക്കി ആത്മീക സന്തോഷത്താൽ നമ്മളെ നിറച്ച് അവൻ വീണ്ടും വന്ന് നിന്നെ ചേർത്ത് കൊള്ളാമെന്ന് ഒരു വാഗ്ദത്തം ജീവിതത്തിൽ തന്ന് പ്രത്യാശ തന്ന് ധൈര്യം തന്ന് നിന്നെയും എന്നെ വിളിച്ചു വേർതിരിച്ച് അവന്റെ കൃപകളെ ഓർത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരട്ടെ ദൈവജനം ഈ ഭൂമിയിലുള്ളതെല്ലാം നശിച്ചു പോകുമ്പോ ഈ ഭൂമിയിലുള്ളതെല്ലാം മാറിപ്പോകാത്തതും നശിച്ചു പോകാത്തതുമായ ഒരു നിത്യജീവനെ അവകാശമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാൻ ഏൽപ്പിക്കാമോ നിന്റെ അടുത്ത് നിന്റെ അരികത്ത് ഹല്ലേലൂയ പ്രൈസ് ലോർഡ് പണമുള്ളവരുണ്ടാകാം സമ്പത്തുള്ളവരുണ്ടാകാം ആവശ്യമില്ലാത്തവരുണ്ടാകാം എന്ന് അവർക്കെല്ലാം ലഭിക്കാത്ത ഈ നിത്യരക്ഷ ഈ സ്വർഗീയ ഭാഗ്യം അവയേഴകളായി നമ്മളെ തിരഞ്ഞെടുത്തു നമുക്ക് തന്ന ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാൻ ഏൽപ്പിക്കാമോ ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗ്ഗം രക്തം ചിന്തി നിന്നെയും വിലയ്ക്ക് വാങ്ങി മകളാക്കി തീർത്തവന്റെ കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കാം നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കാം ദൈവം ആരാധിക്കുമ്പോൾ ആത്മാർത്ഥതയോടെ ആരാധിക്കാം അവൻ പ്രൈസ്ലോട് നമ്മളിവിടെ കാണുവാൻ വന്നവരല്ല നമ്മളിവിടെ കേൾക്കുവാൻ വന്നവരല്ല ഞാൻ ദൈവത്തെ ആരാധിക്കാൻ വന്നവരാ
ഇതുപോലെ കാലം എത്ര പേര് അത് പറയും, ഞാൻ കാണാമെന്നവനല്ല, ഞാൻ കേൾക്കാമെന്നവനല്ല, അവൻ ഞാൻ ആരാധിക്കാമെന്നവനാ. യേശുവിന്റെ പിന്നാലെ കുറെ പേര് പോയി, അവർ കാണാൻ പോയി, കേൾക്കാൻ പോയി, കഴിക്കാൻ പോയി. എന്നാൽ ഞാൻ നീയും വന്നത് യേശുവിനെ ആരാധിപ്പാണ്. നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഒരു പാട്ടിന്റെ ഈരടികൾ കരങ്ങളെ അടിച്ചു പാടി ആത്മാർത്ഥതയോടെ കർത്താവിനെ ആരാധിപ്പാൻ നമ്മളെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. അഭിഷേകത്താരന്റെ ഉള്ളം നിറയും, ആത്മാവിനാരന്റെ വഴി നടത്തും. അഭിഷേകത്താരന്റെ ഉള്ളം നിറയും, ആത്മാവിനാരന്റെ വഴി നടത്തും. എന്റെ യേശുവിനായി വന്ദനം, ഹല്ലേലൂയ പാടി പാടുമേ. എന്റെ യേശുവിനായി വന്ദനം, ഹല്ലേലൂയ പാടി പാടുമേ. അഭിഷേകത്താരന്റെ ഉള്ളം നിറയും, ആത്മാവിനാരന്റെ വഴി നടത്തും. അഭിഷേകത്താരന്റെ ഉള്ളം നിറയും, ആത്മാവിനാരന്റെ വഴി നടത്തും. എന്റെ യേശുവിനായി വന്ദനം, ഹല്ലേലൂയ പാടി പാടുമേ. എന്റെ യേശുവിനായി വന്ദനം, ഹല്ലേലൂയ പാടി പാടുമേ. ലോകദുഃഖങ്ങളെന്നെ താഴ്ത്തുകയില്ല, എൻ സങ്കടങ്ങളെന്നെ വീഴുകയില്ല. ലോകദുഃഖങ്ങളെന്നെ താഴ്ത്തുകയില്ല, എൻ സങ്കടങ്ങളെന്നെ വീഴുകയില്ല. നാളെയോളം അഭിഷേകത്താരന്റെ ഉള്ളം നിറയും, ആത്മാവിനാരന്റെ വഴി നടത്തും. അഭിഷേകത്താരന്റെ ഉള്ളം നിറയും, ആത്മാവിനാരന്റെ വഴി നടത്തും. എന്റെ യേശുവിനായി വന്ദനം, ഹല്ലേലൂയ പാടി പാടുമേ. എന്റെ യേശുവിനായി വന്ദനം, ഹല്ലേലൂയ പാടി പാടുമേ. അഭിഷേകത്താരന്റെ ഉള്ളം നിറയും, ആത്മാവിനാരന്റെ വഴി നടത്തും. അഭിഷേകത്താരന്റെ ഉള്ളം നിറയും, ആത്മാവിനാരന്റെ വഴി നടത്തും. എന്റെ യേശുവിനായി വന്ദനം, ഹല്ലേലൂയ പാടി പാടുമേ. എന്റെ യേശുവിനായി വന്ദനം, ഹല്ലേലൂയ പാടി പാടുമേ. ലോകദുഃഖങ്ങളെന്നെ താഴ്ത്തുകയില്ല, എൻ സങ്കടങ്ങളെന്നെ വീഴുകയില്ല. ലോകദുഃഖങ്ങളെന്നെ താഴ്ത്തുകയില്ല, എൻ സങ്കടങ്ങളെന്നെ വീഴുകയില്ല. നാളെയോളം ഹല്ലേലൂയ, ഹല്ലേലൂയ പാടി. നാളെയോളം ഹല്ലേലൂയ, ഹല്ലേലൂയ പാടി. അഭിഷേകത്താരന്റെ ഉള്ളം നിറയും, ആത്മാവിനാരന്റെ വഴി നടത്തും. അഭിഷേകത്താരന്റെ ഉള്ളം നിറയും, ആത്മാവിനാരന്റെ വഴി നടത്തും. എന്റെ യേശുവിനായി വന്ദനം, ഹല്ലേലൂയ പാടി പാടുമേ. എന്റെ യേശുവിനായി വന്ദനം, ഹല്ലേലൂയ പാടി പാടുമേ. അഭിഷേകത്താരന്റെ ഉള്ളം നിറയും, ആത്മാവിനാരന്റെ വഴി നടത്തും. അഭിഷേകത്താരന്റെ ഉള്ളം നിറയും, ആത്മാവിനാരന്റെ വഴി നടത്തും. എന്റെ യേശുവിനായി വന്ദനം, ഹല്ലേലൂയ പാടി പാടുമേ. എന്റെ യേശുവിനായി വന്ദനം, ഹല്ലേലൂയ പാടി പാടുമേ. എന്റെ യേശുവിനായി
പലപ്പോഴും നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഉത്തരം ഉടനെ ലഭിച്ചില്ലെങ്കിൽ, നമ്മൾ അപേക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം പെട്ടെന്ന് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, എന്തുകൊണ്ട് എനിക്ക് മറുപടി വൈകുന്നു, എന്താണ് അവൻ ഇങ്ങനെ എന്നെല്ലാം പുറപ്പെടുക്കുന്ന അവസ്ഥകളില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഉത്തരം അറിയുന്ന ദൈവമാണ്. അവനെ നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഉത്തരം അറിയുന്ന ഒരു ദൈവമാണ്. ചിലത് വൈകിയെന്ന് വരാം, ചിലത് ആമേശ്വരം അവന്റെ സമയത്ത് വേണ്ടി കാത്തിരിക്കുന്നെന്ന് വരാം. എന്നാൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നിന്റെ യാചനകൾക്ക് മറുപടി തരുന്ന ഒരു കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത്. നിന്നെ വിളിച്ചവൻ യേശുവാ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത്, എന്നെ വിളിച്ചത് യേശുവാ എന്നുള്ളത് മറന്നു പോവുക. അവൻ നിന്നെ കരം പിടിച്ചു കൊണ്ടുവന്നത് യേശുവാന്ന് നമ്മൾ മറന്നു പോകുകയാ. അവൻ ലോകമല്ല നിന്നെ വിളിച്ചത്, ഒരു ദൈവദാസനല്ല നിന്നെ വിളിച്ചത്, അല്ല ഒരു മനുഷ്യനല്ല നിന്നെ വിളിച്ചത്, ഒരു മാറിപ്പോകുന്ന മനുഷ്യനല്ല നിന്നെ വിളിച്ചത്. എന്നും മാറാത്തവൻ, നിത്യമായ ഒരു കർത്താവ്, അവനാണ് നമ്മളെ വിളിച്ചതും അവസരം വേർതിരിച്ചതും നമ്മളെ പിരിച്ചെടുത്തതും അവനാണ്. അന്ത്യം വരെ നടത്തുവാൻ മതിയായവനാണ്. അന്ത്യത്തോടെ നമ്മളെ നടത്തുവാൻ മതിയായവനാണ്. അന്ത്യത്തോടെ നമ്മളെ നടത്തുവാൻ മതിയായ ഒരു കർത്താവിനെയാണ് ഞാൻ നീ ആരാധിക്കുന്നത്. നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവാ, നിന്നെ കരുതുന്ന ഒരു കർത്താവാ, നിന്റെ ഉള്ളത്തിന്റെ ആഴങ്ങളെ അറിയുന്ന ഒരു കർത്താവാ. അവശുദ്ധം നിന്റെ ഉള്ളത്തിന്റെ തേങ്ങലുകളും അവശുദ്ധ വേദനകളും എല്ലാം അറിയാവുന്ന ഒരു കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത്. ആവശ്യങ്ങളെ അറിയുന്ന ഒരു കർത്താവാ, ആഗ്രഹങ്ങളെ അറിയുന്ന കർത്താവാ. അവൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നടത്തുവാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ആ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാമോ? അവൻ മരുഭൂമി യാത്രയിൽ അവൻ വെയിലിന്റെ ചൂടേറുമ്പോ, അവൻ സ്വന്തം ഹല്ലേലൂയ ചൂട് കൂടി അനുഭവം ജീവിതത്തിൽ കടന്നു വരുമ്പോ തളർന്നു പോകല്ലേ, ക്ഷീണിച്ചു പോകല്ലേ. അവൻ നിന്നെ കരുതുന്ന ഒരു ദൈവം കൂടെയുണ്ട്, നിന്നെ നടത്തുന്ന ഒരു ദൈവം കൂടെയുണ്ട്, അവൻ നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാമോ? എല്ലാ കണ്ണുകളും അടയട്ടെ. നന്ദിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. നിന്നെ വിളിച്ചവരും
ഇനി സാഗരേ കൈപ്പുള്ള വെള്ളം കുടിച്ചിടും കൽപ്പന പോലെ നടന്നിടണം ഏൽപ്പിക്കയില്ല വെച്ച ഹൃദയിൽ സ്വപൂരം നീ അണയും വരെയും കൈപ്പുള്ള വെള്ളം കുടിച്ചിടും കൽപ്പന പോലെ നടന്നിടണം ഏൽപ്പിക്കയില്ല വെച്ച ഹൃദയിൽ സ്വപൂരം നീ അണയും വരെയും ആഴമേറും ജീവിതമായൊരു നീ കാണരുകയോ ഇനി സാഗരേ ആഴമേറും ജീവിതമായൊരു കാതുകളിലായി തൻ സൗരഭ്യം പരക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ തിരുസാന്നിധ്യം ദർശിക്കുന്ന കണ്ണുകളാലേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ ഈ മക്കൾക്ക് കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ ഈ മക്കൾക്ക് രണ്ടുപേരിൽ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം എൻ സാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരീക്ഷത്തിൽ തിരു സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ രണ്ടുപേരിൽ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം എൻ സാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ തിരു സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ ഈ മക്കൾക്ക് കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ ഈ മക്കൾക്ക് ദൂരസേവിതരിതാ ലക്ഷോപലക്ഷം ദൂരസേവിതരിതാ യോഹന്നാൻ വെളിപ്പാട് കണ്ടപ്പോൾ മേഘരൂഢരായി വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ തുറക്കപ്പെട്ട കീഴ്വാതിലൂടെ തുറക്കപ്പെട്ട കീഴ്വാതിലൂടെ സകല വിശുദ്ധ ദൂത സംഘ പരിവാരത്തോടെ വാ
പുസ്തകം 24-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ മകന്റെ ഭാവിയെ കുറിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുന്ന അബ്രഹാമിനെ നമ്മൾ കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ അബ്രഹാമിനെ പറ്റി ചെറിയ കാര്യങ്ങൾ തുടക്കം നമ്മൾ പറഞ്ഞാൽ അബ്രഹാമിന്റെ ജീവിതം നമുക്ക് ഈ വേദപുസ്തകത്തിലുള്ള കഥാപാത്രങ്ങളിൽ വളരെ മികച്ചൊരു വ്യക്തിയായിട്ടാണ് അബ്രഹാം നിൽക്കുന്നത്. കാരണം ഒരു വിഗ്രഹങ്ങളെ സേവിക്കുന്ന കുടുംബത്തിൽ നിന്ന് ദൈവം തന്നെ വിളിച്ചു വേർതിരിച്ചു. സ്തോത്രം. അവരെ കുടുംബം മുഴുവൻ വിഗ്രഹാരാധന അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുക മാത്രമല്ല ഉണ്ടാക്കി നിൽക്കുന്ന ഒരു കുടുംബമായിരുന്നു അബ്രഹാമിന്റെ കുടുംബം എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അങ്ങനെ ആ കുടുംബത്തിൽ നിന്ന് താൻ രക്ഷിക്കപ്പെട്ട് നമ്മുടെ ഭാഷയിൽ രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്ത് വന്ന് ദൈവശബ്ദം കേട്ട് ഇറങ്ങി പുറപ്പെട്ട വ്യക്തിയാണ് ആര്? അബ്രഹാം. അബ്രഹാം ദീർഘനാളുകൾ തന്റെ ജീവിതത്തിൽ സ്വകാര്യ ദുഃഖങ്ങളും പല കാര്യങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും ദൈവം നടത്തിയതായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. സ്തോത്രം. ദൈവം നടത്തിയതായിരിക്കുന്ന ഒരു മനുഷ്യൻ. ഇപ്പൊ പിള്ളേരാരും സൺഡേ സ്കൂൾ വാക്യങ്ങളൊന്നും പഠിക്കരുത്. അതെല്ലാം നമുക്ക് പഠിക്കാൻ സമയമുണ്ടായിരുന്നു. എല്ലാം ചോദിക്കണം. ഓക്കെ, ഇപ്പൊ ഞാൻ എടുത്ത വാക്യമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അത് നല്ലതാ. ഇങ്ങോട്ട് നോക്കണം, ശ്രദ്ധിക്കാം. സ്തോത്രം. ഞാൻ ആദ്യം ഒരു കഥ പറയാം. പിന്നെ നിങ്ങൾ ഉറങ്ങത്തില്ലല്ലോ. ഒരിടത്തൊരു രാജാവ് അദ്ദേഹത്തിന്റെ പ്രജകളെല്ലാം നന്നായിരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ രാജ്യത്ത് നല്ല ഡിസിപ്ലിൻ എല്ലാം വേണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അതിനുവേണ്ടി അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അദ്ദേഹം വലിയൊരു കല്ല് ഉരുട്ടി റോഡിൽ വെച്ചു. രാജാവ് വലിയ ഒരു കല്ല്, അദ്ദേഹമല്ല അദ്ദേഹത്തിന്റെ പ്രജകളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. വലിയൊരു കല്ല്, അത് എടുത്ത് അങ്ങോട്ട് നീക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു കല്ല് അദ്ദേഹം ഉരുട്ടി വെച്ചു. അങ്ങനെ ഉരുട്ടി വെച്ചിട്ട് അദ്ദേഹം അതിൽ നിന്ന് ചിന്തിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സിസ്റ്റർ ഇന്ന് തമിഴിൽ നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടാ, കുഴപ്പമില്ലല്ലോ, മനസ്സിലാവുമല്ലോ. അങ്ങനെ രൂപ കൊടുത്തിട്ടുണ്ട്. തമിഴ് അറിയാം, മലയാളം അറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോ പറഞ്ഞതാ. ഓക്കെ, അപ്പോൾ ഈ കല്ലുരുട്ടി വെച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ, വഴി നടന്ന ആൾക്കാർ പോകുമ്പോൾ ഈ കല്ല് തട്ടുമ്പോൾ ഇത് ആരെടുത്ത് മാറ്റുമെന്ന് പുള്ളിക്കറിയാം. ഈ കല്ല് ആരെടുത്ത് മാറ്റി ഒന്നിലാക്കുക. കാരണം എന്റെ രാജ്യത്തെല്ലാം നല്ല നിലയിലായിരിക്കണം, ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം, എല്ലാം നല്ല കാര്യം ഉണ്ടായിരുന്നു. ഒന്നിന്റെ പേരിൽ വന്നവരൊക്കെ ഈ കല്ല് പിടിച്ചു നോക്കിയപ്പോ ഇത് ഉരുട്ടാൻ പറ്റുന്നില്ല. വലിയ കല്ല. കാരണം നമ്മളിപ്പോ റോഡെ പോകുമ്പോ മുഴുവൻ കല്ലൊക്കെ കണ്ടാൽ നമ്മൾ നല്ല മനുഷ്യരാണ് എന്തോ ചെയ്യുന്നറിയുമോ? ഈ കല്ലെടുത്ത് മാറ്റിയിട്ടിട്ട് പോകും. ചില ആൾക്കാർ വേറെ കല്ല് കൂടെ എടുത്ത് റോഡ് ഇട്ടിട്ട് പോകും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇല്ല, റെയിൽപാളത്തിലൊക്കെ കല്ലെടുത്ത് വെക്കുന്ന കേട്ടിട്ടില്ലേ? നശിക്കണം എന്നുള്ള ചിന്ത, അങ്ങനെയുള്ള ആൾക്കാരും. അപ്പോ ഈ വ്യക്തികൾ രണ്ടുപേര് വന്നവര് ഇത് ഒരാൾ പിടിച്ച് നോക്കിയപ്പോ ഈ കല്ല് എന്തോ ചെയ്യുന്നില്ല, അനങ്ങുന്നില്ല. ആ പുലി അങ്ങ് പോയി. വേറൊരാൾ വന്നപ്പോൾ ഇതെന്തോ കല്ല, നമ്മൾ കാര്യം കൊണ്ട് തട്ടി വെച്ച് ഇവിടെ കാല് പൊട്ടിയതല്ലാതെ കല്ല് നീങ്ങിയില്ല, പുലിയും പോയി. വൃദ്ധനായ ഒരു മനുഷ്യനല്ലോ, വൃദ്ധനായ ഒരു മനുഷ്യൻ തലയിൽ ഒരു ചുമടുമായിട്ട് വന്നു. അങ്ങനെ ചുമടുമായിട്ട് വന്നിട്ട് ഈ കല്ലിന്റെ അടുത്ത് വന്നിട്ട് ഈ കല്ല് അദ്ദേഹത്തിന്റെ തലയിലുണ്ടായിരുന്ന സാധനം ഇവിടെ വെച്ചിട്ട് ഈ കല്ല് എടുത്തു നോക്കാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷെ പുള്ളി സർവശക്തിയും എടുത്തിട്ട് ഈ കല്ല് എടുത്തിട്ട് റോഡ് സൈഡിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോ ഈ കല്ലിന്റെ അടിയിൽ ചെറിയൊരു പൊതി ഇരിക്കുന്നു. അങ്ങനെ പൊതിയെടുത്തു. ആ പൊതിയെടുത്ത് നോക്കുമ്പോ സ്വർണ്ണ നാണയങ്ങളായിരുന്നു. ഒരു 4-5 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ട്. അവിടെ ഒരു എഴുത്തെഴുതി വെച്ചിരിക്കുന്നു. ഈ കല്ല് ഉരുട്ടി മാറ്റുന്ന ആൾക്കാണ് ഈ സ്തോത്രം. അദ്ദേഹം അതെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി. രാജാവ് ദൂരെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക, ഇത് ആരെ എടുത്തു മാറ്റുമെന്ന് അറിയാം. അപ്പൊ ഈ വൃദ്ധനായ മനുഷ്യൻ എന്തോ കിട്ടി? സ്വർണ്ണ നാണയം കിട്ടി. എന്താ പറഞ്ഞതിന്റെ ഉദ്ദേശം അറിയാമോ? കഥയുമാകും കാര്യവുമാകും. എന്തോ കാര്യം? ഈ മരുഭൂമി യാത്രയിൽ ഇതുപോലുള്ള കല്ലാകുന്ന രോഗങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പ്രാർത്ഥനയാൽ അതിനെ ഉടച്ചു മാറ്റി, തകർത്തു മാറ്റി മുന്നേറുന്ന തന്റെ കുഞ്ഞുങ്ങൾക്ക് സ്വർണ്ണ നാണയം പോലെ നന്മ നിന്റെ ജീവിതത്തിൽ പകരുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലും നാമും എല്ലാവരും നല്ല നിലയിക്കണം. ചില പിള്ളേരുണ്ടല്ലോ, മുടി ചീകിയിട്ട് ഡൈനിങ് ടേബിളെ കൂടെ ചീക്കു.
കണ്ടിട്ടുണ്ടോ അങ്ങനെ പിള്ളേരെ? നിങ്ങൾ വരെ വെക്കുമോ? അങ്ങനെ വെക്കും. ചിരിക്കുന്നു, അവർ വെച്ചെന്ന് തോന്നുന്നു ഇല്ലേ? ഇന്ന് രാവിലെ അങ്ങനെ വെച്ചോ? സ്തോത്രം. മുടി ചീകിയിട്ട് ഡൈനിങ് ടേബിളെ കൊണ്ട് ചീപ്പ് വെക്കരുത്. അപ്പൊ അതൊരു ഡിസിപ്ലിൻ നമ്മുടെ വീട്ടിനകത്ത് നോക്കുന്നത്. അവർ ഏതൊരു സാധനം വീട്ടിൽ നിന്ന് എടുത്താലും ആ എടുക്കുന്നിടത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? വെക്കണം. ചില പിള്ളേർ കത്തി എടുക്കും വെട്ടാൻ, എന്തെങ്കിലും വെട്ടാൻ കത്തി എടുക്കുന്നുണ്ടെങ്കിൽ അടുപ്പിന്റെ അടുത്ത് കൊണ്ടുപോകും. അവരെ തീർന്നു പോകും. അങ്ങനെ അവർ ചെയ്യാറുണ്ടോ? ഇല്ല. നിങ്ങളുടെ കാര്യം അല്ല പറയുന്നത്, IPCയുടെ കാര്യം പറയാം. ഏരിയയിലെ പിള്ളേർക്ക് നല്ല പിള്ളേർ, IPCയുടെ പിള്ളേരുടെ കാര്യം പറയുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സഭയിലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നല്ല നിലയിൽ നല്ല രീതിയിൽ നമ്മൾ വീട്ടിൽ വന്ന നമ്മൾ ഇടുന്ന ഡ്രസ്സ്, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബാഗ്, ഇതൊക്കെ നിങ്ങളുടെ റൂമില് അത് പ്രത്യേകമായ സ്ഥാനത്ത് കൊണ്ട് വെക്കണം. എവിടെയെങ്കിലും ചെടി കിടന്നാൽ തൂത്ത് കളയണം, എവിടെയെങ്കിലും ഇത് കഴിഞ്ഞാൽ പൊടി കിടന്നാൽ തൂക്കണം. ഇതൊക്കെയാണ് നിങ്ങളുടെ ജോലികൾ. അതാണ് ഡിസിപ്ലിൻ. നല്ല നിലയിൽ ജീവിക്കണം. ഈ രാജാവിന് അത് ആഗ്രഹം ഉണ്ടായിരുന്നുണ്ട്. അത് അത്രയും ഇനി ഉറങ്ങത്തില്ലാരും ഇനി വിശ്രമിക്കത്തില്ല. ഓക്കെ, വായിച്ച ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. ഇനി ഈ കഥ സന്തോഷം അരമണിക്കൂർ നിൽക്കും. അപ്പൊ ഈ അരമണിക്കൂർ ഉറങ്ങരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല. ഈ 24-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അബ്രഹാം ഞാൻ പെട്ടുപെട്ടെന്നാണ് പറഞ്ഞു പോകുന്നത്, വളരെ ശ്രദ്ധിക്കണം. അബ്രഹാം തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവ വിളിക്ക് അനുസരിച്ച് മുൻപോട്ട് നീങ്ങിയ വ്യക്തിയാണ് അബ്രഹാം. നമുക്കറിയാം 12-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ദേശത്തെ ചർച്ചക്കാരെ വിട്ട് പോകാൻ പറഞ്ഞ വിളി യാതൊന്നും നോക്കാതെ വിളി ഇറങ്ങി പുറപ്പെട്ടതായിരിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ഇപ്പോൾ ഈ 24-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത് തന്റെ മകന് വിവാഹപ്രായം എത്തി. സ്തോത്രം. തന്റെ മകനെ കല്യാണം കഴിക്കുവാനുള്ള പ്രായം വന്നു. നമുക്കറിയാം ഈ കല്യാണം കഴിക്കാനുണ്ടായിരിക്കുന്ന പ്രായം വന്നപ്പോൾ താൻ ഒരു തീരുമാനമെടുക്കുക. സ്തോത്രം. താൻ എന്താ തീരുമാനിക്കുന്നത്? ചുറ്റുമുള്ള കനാനിയ ആൾക്കാരിൽ നിന്നും എന്ന് പറഞ്ഞാൽ ജാതികളിൽ നിന്നും ഒരു പെൺകുട്ടിയെ എടുക്കാതെ തന്റെ ദേശത്ത് പോയി അവിടെ പോയി അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവൈദ്യനെ കണ്ടെത്തണം എന്ന് തന്റെ വിശ്വസ്തനായിരിക്കുന്ന എലിയാസറിനോട് പറഞ്ഞു പിടിക്കുക. സ്തോത്രം. ഒരിക്കൽ ഈ അബ്രഹാം പറഞ്ഞതാ, എന്റെ ഈ സ്വത്തിനൊക്കെ അവകാശി ആരാ? എലിയാസറാ, എനിക്ക് മക്കളെ തന്നില്ലല്ലോ എന്നൊക്കെ പറയാം. അത്രയ്ക്കും വിശ്വസ്തന ആരെ? എലിയാസർ. സ്തോത്രം. എലിയാസർ അത്രയ്ക്കും വിശ്വസ്തന. ഈ വിശ്വസ്തനായിരിക്കുന്ന എലിയാസർ ഹല്ലേലൂയ പറയുകയാണ്, നിങ്ങൾ ഇതാ പോയിട്ട്, അല്ലെങ്കിൽ നീ പോയിട്ട് എന്റെ മകന്, സ്തോത്രം, ഈ ദേശത്ത് നിന്ന് ഒരു പെൺകുട്ടിയെ എടുക്കാതെ ഹല്ലേലൂയ എന്റെ ദേശത്ത് പോയിട്ട് ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ എടുക്കണം എന്ന് പറഞ്ഞു വിടുക. എലിയാസർ ഇത് കേട്ടു. എലിയാസർ പോവുക. നമുക്ക് എല്ലാവരെയും എല്ലാം പറഞ്ഞ് ഏൽപ്പിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. വിശ്വസ്തന്മാരെ മാത്രമേ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. പുറകിൽ കേൾക്കുന്നുണ്ടോ എന്റെ ശബ്ദം? കേൾക്കാമോ? പിന്നെ മൈക്ക് പോലെയല്ല എന്റെ ശബ്ദം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഇച്ചിരി ശബ്ദത്തിൽ പറയാം. അങ്ങനെ എലിയാസർ പുറപ്പെടുകയാണ്. സ്തോത്രം. നമ്മൾ വല്ലോ ആണെങ്കിൽ ഒരാളെ പറഞ്ഞു വിട്ടാൽ, ഞാൻ ജിനിപ്പാസ് ഒരു കാര്യം പറഞ്ഞു ഏൽപ്പിച്ചു എന്ന് കൂട്ടിക്കും, പുള്ളിയെങ്കിലും ചെയ്യത്തില്ല നമ്മൾ പറയുക. നമ്മൾ പറഞ്ഞൊരു കാര്യം ഏൽപ്പിച്ചാൽ അത് അതുപോലെ അതുപോലെ തന്നെ ചെയ്യുന്ന ഒരാളെയാണ് നമുക്ക് എന്തോ ചെയ്യുന്നത് ഇഷ്ടം. നമ്മൾ എന്തോ പറഞ്ഞു വിട്ടോ അത് അതുപോലത്തെ ആൾ ആരെ? എലിയാസർ. ചില കുത്തിത്തിരിപ്പുകാരുണ്ട്, നമ്മൾ പറഞ്ഞു വിടുന്നതല്ല അപ്പുറത്ത് പോയി പറയുന്നു. അങ്ങനെ പറയില്ല. അങ്ങനത്തെ പിള്ളേരല്ലേ? അങ്ങനത്തെ നല്ല വിശ്വസ്തന്മാർ കൂടുതൽ തന്നെയുണ്ട്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതല്ല പറയുന്നത്, അപ്പുറത്തെ പോയി പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ സഭയ്ക്കകത്ത് ഭിന്നിപ്പും പ്രയാസവും ഒക്കെ ആയിട്ട് നമ്മൾ ആയിത്തീരാൻ പാടില്ല. അപ്പോഴാണ് പറഞ്ഞു വിട്ടു എലിയാസിനോട്, എനിക്കൊരു മരുമോള് എനിക്ക് ലഭിക്കണം. നമ്മുടെ ഭാഷ പ്രസംഗിക്കുന്നത് കേട്ടോ. അങ്ങനെ പറഞ്ഞു. എലിയാസർ പോവുക. എലിയാസർ അബ്രഹാമിന്റെ ദേശത്ത് ചെന്ന് അവിടെ പോയിട്ട് ആരെ കണ്ടുപിടിച്ചു? ആ ചരിത്രം നമ്മൾ പറയുന്നില്ല, നമുക്കറിയാം. ആരെ കണ്ടു? റിബേക്ക എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടുപിടിച്ചു. കണ്ടുപിടിക്കുന്നതിന് മുമ്പായി താൻ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. 24-ാം തീയതി നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാവും. പെട്ടെന്ന് പറയുള്ളൂ. അത് താൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പോയക്കാലം അതുകൊണ്ട് കാര്യം പറയാം, ഏതൊരു വിഷയത്തിൽ പോയാലും മുന്നിൽ പ്രാർത്ഥനയായിരിക്കും. അല്ലേ? എന്നാൽ അബ്രഹാം പ്രാർത്ഥിക്കുക.
ചോദിക്കുന്നുണ്ട്, ഞാൻ ദാസന, ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അബ്രഹാം വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, കാര്യം ഗ്രഹിച്ചോളൂ നല്ല പറഞ്ഞത്. താൻ പ്രാർത്ഥിക്കുകയാണ്. താൻ പ്രാർത്ഥിച്ചിട്ട് താനിക്ക് അവിടെ ഒരു അടയാളം കാണിച്ചു തരണം. അതിനുവേണ്ടി താൻ കാര്യങ്ങൾ ക്രമീകരിക്കാൻ താൻ അവിടെ ചെല്ലുമ്പോൾ ഹല്ലേലൂയ, തന്റെ ഒട്ടകങ്ങൾക്കും തനിക്കും തന്നെ നല്ലവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടി. സ്തോത്രം. എത്ര ഒട്ടകമായിട്ടാ പോയെ? 10 ഒട്ടകവും വിശേഷപ്പെട്ട സാധനവുമായിട്ടാണ് പോകുന്നത് ഈ പെൺകൊച്ചിന് കൊടുക്കാൻ. സ്തോത്രം. അവരുടെ വീട്ടുകാർക്ക് കൊടുക്കുവാൻ കൊടുത്തിട്ട് ഈ പെൺകൊച്ചിനെ കിട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുവാനാണ് എലിയാസർ പോയിരിക്കുന്നത്. അങ്ങനെ പോയപ്പോൾ റിബേക്ക വരുന്നു. സ്തോത്രം. അവൾ വെള്ളം പോയി ഒട്ടകങ്ങൾക്ക് കൊടുത്തു, ഈ മനുഷ്യനും കൊടുത്തു. ഞങ്ങളുടെ വീട്ടിൽ വന്ന് രാവാക്കാം, താമസിക്കാം. നല്ലൊരു പെൺകൊച്ചി ഇല്ലേ? അവനകത്ത് സ്വഭാവം നമ്മൾ കാണുമ്പോൾ അറിയാം. ചില പിള്ളേരെ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും, ചിലക്കണ്ടെത്തൂരില്ല. സ്തോത്രം. എന്നാൽ ഈ പെൺകൊച്ചി നല്ലൊരു കൊച്ച, നല്ല കുടുംബത്തിലേക്കാണ് അവൾ പോകുന്നത്. സ്തോത്രം. അതുകൊണ്ട് അവളെ കണ്ട് അവളുടെ വീട്ടിലേക്ക് എലിയാസർ ചെല്ലുകയാണ്. സ്തോത്രം. ഇതിനൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, സമയം നോക്കിക്കൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അങ്ങനെ ഈ എലിയാസർ ഈ പെൺകൊച്ചിന്റെ വീട്ടിൽ ചെന്നു. ഇവളുടെ വീട്ടിൽ ചെന്നിട്ട് അവളോട് പറയുകയാണ്, അവളുടെ വീട്ടുകാരോട് പറയുകയാണ്, ഈ അബ്രഹാം പറഞ്ഞയച്ച കാര്യങ്ങളും അബ്രഹാമിന്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്താ പറയുന്നേ? അതൊന്ന് വായിക്കാമോ? ആ 24-ാം അധ്യായത്തിന്റെ ആ ഭാഗം മാത്രം വായിച്ചാൽ നന്നായിരിക്കും. സ്തോത്രം. അപ്പോൾ അവൻ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്ത് വരിക, എന്തിന് പുറത്തു നിൽക്കുന്നു? വീടും ഒട്ടകങ്ങൾക്കും സ്ഥലവും ഞാൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ പുരുഷൻ വീട്ടിൽ ചെന്ന് അവൻ ഒട്ടകങ്ങളെ കോപ്പഴിച്ച് ഒട്ടകങ്ങൾക്ക് വൈക്കോലും തീരും അവയ്ക്ക് കൂടെയുള്ളവർക്ക് കാലുകളെ കഴുകുവാൻ വെള്ളവും കൊടുത്തു. അവന്റെ മുൻപിൽ ഭക്ഷണം വെച്ചു. ഞാൻ വന്ന കാര്യം അറിയിക്കും മുമ്പേ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് അവൻ പറഞ്ഞു. എന്ന് അവനും പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ അബ്രഹാമിന്റെ ദാസൻ. 34-ാമത്തെ ഞാൻ അബ്രഹാമിന്റെ ദാസൻ. യഹോവ എന്റെ യജമാനെ ഏറ്റവും അനുഗ്രഹിച്ചു. അവൻ മഹാനായി തീർന്നു. അവന് ആട്, മാട്, പൊന്ന്, വെള്ളി, ദാസന്മാർ, ഒട്ടകങ്ങൾ, കഴുതകൾ എന്നിവയൊക്കെയും കൊടുത്തിരിക്കുന്നു. എന്റെ യജമാന്റെ ഭാര്യ സാറ വൃദ്ധയായ ശേഷം എന്റെ യജമാൻ ഒരു മകൻ പ്രസവിച്ചു. മകനെ പ്രസവിച്ചു. അവൻ തനിക്കുള്ളതൊക്കെയും അവന് കൊടുത്തിരിക്കുന്നു. അവരുടെ വീട്ടുകാരോട് പറയാണ് യജമാനെ കുറിച്ചുള്ള വർണ്ണന. എന്റെ യജമാൻ ആരാ? 34. അപ്പോൾ ഞാൻ അബ്രഹാമിന്റെ ദാസൻ, യഹോവയുടെ യജമാന്റെ ഏറ്റവും അവൻ മഹാനായി തീർന്നു. അവന് സ്വത്തുക്കളുണ്ട്, സൗകര്യങ്ങളുണ്ട്. എന്റെ യജമാന്റെ ഭാര്യ വൃത്തിയായ ശേഷം ഒരു മകനുണ്ടായി, ഒറ്റ മകൻ, ഏക മകൻ. അവന് വേണ്ടി കല്യാണം ആലോചിക്കാനാണ് ഞാനിവിടെ വന്നിരുന്നു. എത്ര കൃത്യമായി പറഞ്ഞു കൊടുത്തിരിക്കുന്നു. നമ്മൾ വല്ലതും പറഞ്ഞിട്ട് എന്തോ പറയുന്നത് അറിയാമോ? എന്തോ പറയുന്നേ? ഇവരെന്തോ പറയുന്നത്? എല്ലാരും അല്ല. ചിലർക്ക് എന്തോ പോയി പറയുന്നത്, ഞാൻ പുള്ളിയോടെ 19 കൊല്ലമായിട്ട് നിൽക്കുന്ന പുള്ളി എല്ലാം ക്ലിയറൊന്നും അല്ല പുള്ളി, കേട്ടോ. പുള്ളി എല്ലാം ക്ലിയറൊന്നും അല്ല. പുള്ളിക്ക് സ്വത്തുണ്ടെന്നൊക്കെ പറയുന്നത്, കുറച്ച് സ്വത്തൊക്കെ ഉണ്ട്, പക്ഷെ പുള്ളി ക്ലിയർ അല്ല, അത്ര നല്ല. പിന്നെ പെണ്ണ് കിട്ടുപോകുന്നു ഇങ്ങനെ പറയും. എന്നിട്ട് തിരിച്ചു വന്നിട്ട് എന്തോ പറയും, ഒരു പെണ്ണ് തരികയാണെന്ന് പറയും. എലിയാസർ വിശ്വസ്തനാ, എലിയാസർ നല്ലവനാ. യജമാനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ മുഴുവൻ അവിടെ പറഞ്ഞു കൊടുത്തപ്പോൾ ഈ പെൺകൊച്ചിന് ഒത്തിരി താല്പര്യമായി. ഇസാഖിനെ കണ്ടിട്ടുണ്ടോ? ഈ പെൺകൊച്ചിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഈ 24-ാം അധ്യായം വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാ കണ്ടിട്ടില്ല. സ്തോത്രം. പക്ഷെ അതിനെ കുറിച്ചുള്ള വർണ്ണനയെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ പെൺകൊച്ചിനും വീട്ടുകാർക്കും ഇഷ്ടമായി കഴിഞ്ഞപ്പോൾ അവന്റെ എലിയാസറിന്റെ കൂടെ പോകുവാൻ തയ്യാറായി. അങ്ങനെ തയ്യാറായി ഇവർ പുറപ്പെടുകയാണ്. ഇനി ആത്മീയ സന്ദർശനത്തിലേക്ക് വരാം. അങ്ങനെ യാത്ര തിരിച്ച് ഇവർ രണ്ടുപേരും കൂടെ പോവുകയാണ്. സ്തോത്രം. വിശേഷ വസ്തുക്കൾ, സ്വർണം, സൗകര്യങ്ങൾ എല്ലാം കൊടുത്തു. സ്തോത്രം. ഇന്ന് അവിടെ ഇങ്ങോട്ട് കിട്ടാനായിരിക്കുന്നു.
ഇത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടിരുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നെന്നാണ്. ഇന്നോ സ്തോത്രം, ഇന്നിപ്പം സ്ത്രീധനത്തിന് വേണ്ടി ഒത്തിരി കൊല നടക്കുന്നു, ഒത്തിരി മരണങ്ങൾ നടക്കുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളായി നടക്കുന്നേ. ഇത് അബ്രഹാം കൊടുത്തുവിട്ട എന്തുമാത്രം സാധനം കൊടുത്തുവിട്ടെ, 10 ഒട്ടകപ്പുറത്തെ സാധനങ്ങളാണ് എന്തോ ചെയ്യുന്നത് ഈ പെണ്ണിന്റെ വീട്ടിലേക്ക് കൊടുത്തുവിട്ടത്. വിശേഷപ്പെട്ട സാധനങ്ങൾ, വിശേഷപ്പെട്ടതൊക്കെയും കൊടുത്തുവിട്ടു. അങ്ങനെ കൊടുത്തുവിട്ട് അവരെല്ലാം കൊടുത്ത് ഇവരിന്ന് പുറപ്പെടുക. ദൈവത്തിന് സ്തോത്രം. എലിയാസർ പരിശുദ്ധാത്മാവിന് നിഴലാണ്. ഹല്ലേലൂയ. അബ്രഹാം പിതാവായ ദൈവത്തിന് നിഴലാണ്. ഇതാ ഇസ്ഹാക്ക് പുത്രനായ യേശു ക്രിസ്തുവിന് നിഴലാണ്. അത് വെച്ച് വേണം നമ്മൾ പിടിക്കുക. അങ്ങനെ ഇവരെ യാത്രയിലിരിക്കുകയാണ്. ഇവരുടെ യാത്രയിൽ പോകുന്നതായിരിക്കുന്ന വഴിയിൽ സ്തോത്രം ഈ റിബേക്കയ്ക്ക് ഹല്ലേലൂയ ഇവർക്ക് വളരെ റിബേക്കയല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്ന വായിച്ചേ സ്തോത്രം ഹല്ലേലൂയ. അതിന്റെ 58-ാമത്തെ വാക്യം വായിച്ചേ. അവർ റിബേക്കായെ വിളിച്ച് അവളോട്, ആ നീ ഈ പുരുഷനോട് കൂടി പോകുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പോകുന്നു എന്ന് അവൾ പറഞ്ഞു. ഞാൻ പോകും. ഇവരെയൊന്നും കണ്ടിട്ടില്ല അവർക്ക് ഭർത്താവാൻ പോകുന്ന പുരുഷനെ. പക്ഷേ അവൾ പറഞ്ഞു ഞാനേ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഏതോ ഒരു സുവിശേഷ പ്രസംഗം കേട്ട് ഒരു ട്രാക്ക് ലഭിച്ചിട്ട് രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. കാണാതെ ഇരിക്കുന്നതായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവിനെ രക്ഷിതാവായി നാം സ്വീകരിച്ച് ഇതുവരെ കാണാത്ത പുരുഷന്റെ പുറകെ ഇറങ്ങി തിരിച്ചവരാണ് നാം ഓരോരുത്തരും. ഹല്ലേലൂയ. എലിയാസർ എന്ന പരിശുദ്ധാത്മാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന എലിയാസർ ഇവരെ കൂട്ടിക്കൊണ്ട് ഹല്ലേലൂയ ആ പുത്രനായിരിക്കുന്ന ഇസ്ഹാക്കിനെ കാണിക്കാൻ കൊണ്ടുപോവുകയാണ്. പോകുന്നതായിരിക്കുന്ന വഴി പ്രധാനപ്പെട്ട ആത്മീയ സന്ദേശം പറഞ്ഞിരിക്കാൻ താല്പര്യപ്പെടുകയാണ്. ആ പോകുന്നതായിരിക്കുന്ന വഴി ഈ ഹല്ലേലൂയ റിബേക്ക പറയുകയാണ്, എനിക്ക് ക്ഷീണമുണ്ട്. ഹല്ലേലൂയ. എന്റെ പുരുഷൻ എവിടെയാണ്? എത്ര ദൂരം ഇനി യാത്രയുണ്ട്? എവിടേക്കാണ് നാം പോകേണ്ടത്? ഹല്ലേലൂയ. എലിയാസർ പറയുകയാണ്, കയ്യിലുള്ള സാധനങ്ങൾ എടുത്ത് കാണിച്ചിട്ട് പറയുകയാണ്, ചിലപ്പോൾ കിരിക്കനായിരിക്കാം, ചിലപ്പോൾ ബൾബായിരിക്കാം, എന്തെങ്കിലുമായിട്ട് ഇതാ കുറച്ചു ദൂരങ്ങളേ ഉള്ളൂ. നീ ക്ഷമിക്ക്, യാത്ര വരിക, നിന്റെ പുരുഷനെ ഞാൻ കാണിച്ചു തരാം. ആ പുരുഷന്റെ പുറകെ ഇവർ ഇറങ്ങി പുറപ്പെട്ട് അവർ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ യാത്രയാവും. നമ്മുടെ യാത്രയിൽ കഷ്ടമുണ്ട്, ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്, കൂടെ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിനെയാണ് യാത്രയധികമില്ല, അല്പദൂരമേ യാത്രയുള്ളൂ. യാത്രകളെ തീരാൻ പോവുകയാണ്. നീ കണ്ടതായിരിക്കുന്ന പുരുഷൻ ഇവിടെയുണ്ട്. സ്തോത്രം. അവന്റെ അടുക്കൽ എത്തുമ്പോൾ എലിയാസറിന്റെ ജോലി എത്തിക്കുക എന്നുള്ളതാണ്. അബ്രഹാം പറഞ്ഞു വിട്ടതനുസരിച്ച് ആ എലിയാസർ ഇവളെയും കൊണ്ട് റിബേക്കയെയും കൊണ്ട് യാത്ര തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്നും നോക്കാതെ ആരോടും ആലോചന ചോദിക്കാതെ അവൾ അവളുടെ പുരുഷനെ കാണുവാൻ ഇറങ്ങി പുറപ്പെട്ടു. വീട്ടുകാരോട് ആലോചന ചോദിച്ചില്ല, ദേശക്കാരോട് ചോദിച്ചില്ല, അവൾ ഇറങ്ങി പുറപ്പെട്ടു. ഇത് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നിങ്ങളൊരു സുവിശേഷ പ്രസംഗം കേട്ടപ്പോ, ഒരു മനുഷ്യനും നിങ്ങളുടെ വീട്ടിൽ സുവിശേഷം പറഞ്ഞപ്പോ നിങ്ങളൊന്നും നോക്കാതെ ഇറങ്ങി പുറപ്പെട്ട അയ്യനാഥന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഇറങ്ങി പുറപ്പെട്ട നിങ്ങൾക്ക് ദൈവം ദോഷം വരുത്തുകയില്ല. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തിന്റെ കാലുകളുടെ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്കിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പുറപ്പെട്ട് നമുക്കൊരു വാക്യം ഇവിടെ വായിക്കാം. അതിന്റെ ഓക്കെ, ഇവൻ അതിന്റെ സ്തോത്രം. അതിന്റെ വായിച്ച 62-ാം വാക്യം. അവൻ തെക്കേ ദേശത്തെ വൈകുന്നേരത്ത് ഇസ്ഹാക്ക് ധ്യാനിപ്പാൻ വെളിമ്പ്രദേശത്ത് പോയിരുന്നു. അവൻ തലപൊക്കി നോക്കി, ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. റിബേക്കയും തലപൊക്കി. ഇസ്ഹാക്കിനെ കണ്ടിട്ട് ഒട്ടകപ്പുറത്ത് നിന്നിറങ്ങി. അവൾ ദാസനോട്, വെളിമ്പ്രദേശത്ത് നമ്മൾ
എതിരേറ്റ് വരുന്ന പുരുഷൻ ആരെന്ന് ചോദിച്ചതിന് എന്റെ യജമാനനെന്ന് ആ ദാസൻ പറഞ്ഞു. അപ്പോൾ അവൾ ഒരു മൂടുപടം എടുത്ത് തന്നെ മൂടി. ദൈവത്തിന് സ്തോത്രം. മതി, ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. അവളൊക്കെ അതുവരെ കണ്ടിട്ടില്ല ഈ പുരുഷൻ ആരാണ്. ഹല്ലേലൂയ. എന്റെ യജമാനൻ തന്നെ. സ്തോത്രം. അപ്പോൾ മൂടുപടം എടുത്ത് മൂടി അവൻ തന്നെ തന്നെ വിധേയപ്പെട്ട് അവന് കീഴടങ്ങിയായിരുന്നു. ഇന്ന് ഒരു കാലം ഞാൻ നിങ്ങളോട് കാര്യം പറയാം. നമ്മുടെ ജീവിതത്തിൽ 30 വർഷം 20 വർഷം 40 വർഷമായി രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വരുന്ന ഈ ഇസ്ഹാക്ക് എന്ന ഈ പുരുഷനെ കാണുവാൻ നാം നോക്കി കാത്തിരിക്കുകയാണ്. അവൻ സ്വപ്നത്തിൽ വെളിപ്പെടുമ്പോൾ, ദർശനത്തിൽ വെളിപ്പെടുമ്പോൾ അവനെ നമുക്കറിയാം. അവനാണ് ഹല്ലേലൂയ ഭാവി. ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ പുത്രൻ. ഹല്ലേലൂയ. എന്നെ സ്നേഹിച്ചവൻ, അല്ലെങ്കിൽ എന്റെ ഭർത്താവേ, ദൈവത്തിന് സ്തോത്രം. മണവാട്ടിയാവുന്ന സഭയെ ചേർക്കുവാൻ ആ പ്രിയപുത്രനായ കർത്താവ് ആകാശമേഖലയിൽ അല്ലെങ്കിൽ എഴുന്നേറ്റ് വരുമ്പോൾ ഇവിടുത്തെ സഭ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുകയാണ്. രണ്ടുപേരും കൂടെ സംഗമിക്കുന്ന ഒരു സഭയുണ്ട്. ആ സ്ഥലത്തിന്റെ പേരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന്റെ ജോലി എലിയാസർ അവിടെ പിന്മാറുകയാണ്. എലിയാസർ കൂട്ടി ഒഴിപ്പിച്ചിട്ട് എലിയാസർ പിന്മാറി. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ, ക്രിസ്തുവിനെ ഈ സഭയെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് മാറും. അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ഈ പുരുഷനും ഈവളുമായിട്ടുള്ള കേളി രംഗമാണ് നമ്മൾ കാണുന്നത്. ഇന്ന് ഒരു കാര്യം ഞാൻ ഇവിടെ പറയാം. നീയും ഞാനുമായിട്ടുള്ള പുരുഷൻ ഈ കർത്താവായ യേശു ക്രിസ്തു എത്രയും വേഗം അല്ലെങ്കിൽ ആകാശമേഖലയിൽ വെളിപ്പെടുവാൻ പോകാം. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കേൾക്കും. രാജ്യം രാജ്യത്തോട്, അല്ലെങ്കിൽ ദേശം ദേശത്തോട്, അല്ലെങ്കിൽ ജാതി ജാതിയോട് പടവെട്ടുമ്പോ എന്റെ വാക്കുകളായിരിക്കുന്നു. സ്തോത്രം. എന്റെ കർത്താവിന്റെ വാക്കുകൾ എത്രയോ ശക്തമായി ഇന്ന് നടക്കുകയാണ്, ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വലിയൊരു രോഗമായി യുദ്ധമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാം തീരും, സകലതും തീരും. പക്ഷെ നമുക്കൊരു പ്രത്യാശയുണ്ട്. നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ് ശരീരത്തിലേക്ക് നാം ചേർക്കും. ഈ ശരീരം അഴുകും, ഈ ശരീരം മണ്ണിലേക്കും ശബ്ദം കേൾക്കുമ്പോൾ നീക്കെതിരേക്ക് പറന്നു പോകും. ലോകത്തിൽ കാണുന്ന താൽക്കാര്യം കാണാത്തത് നിത്യം. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഈ അബ്രഹാമെ ഹല്ലേലൂയ തന്റെ മകന് വേണ്ടി ഇതിനകത്തെ ലോകപ്രകാരമുള്ള ഒത്തിരി കാര്യങ്ങൾ വിവാഹത്തിന്റെ ദൃശ്യങ്ങളിലൂടെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്നിപ്പോ ഓരോരുത്തരും പാശ്ചാത്യ രാജ്യങ്ങളിൽ ഓരോരുത്തരെ തെരഞ്ഞെടുക്കുന്നു. ഇവിടെയും അങ്ങനെ തെരഞ്ഞെടുക്കുന്നു. ആ തെരഞ്ഞെടുക്കുന്നതെല്ലാം പരാജയത്തിലും പ്രശ്നത്തിലും പോകുമ്പോൾ ഇതൊരു മാതൃകയാണ്. ദൈവത്തിന് സ്തോത്രം. പറഞ്ഞുകൊണ്ടിരിക്കാൻ ആൺകുഞ്ഞുങ്ങളായാൽ പെൺകുഞ്ഞുങ്ങളായാൽ ദൈവത്തിന് ഇഷ്ടമുള്ള സമയത്തെ വിവാഹങ്ങൾ നടക്കുവാൻ ദൈവത്തിന് പ്രസാദമുണ്ട്. അതിനുള്ള പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഇഷ്ടത്തിൽ തെരഞ്ഞെടുക്കുകയല്ല. ഇവിടെ അബ്രഹാം ചെയ്തതുപോലെ ഇത് വലിയ മാതൃകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിഷയം മറ്റുള്ളവരോട് നമുക്ക് പറയാം. അല്ലാതെ പറയാൻ പറ്റത്തില്ല. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ പറയുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ എത്രയും പേരുണ്ടല്ലോ. നിങ്ങളൊക്കെ സ്കൂൾ ജീവിതത്തിൽ നിങ്ങൾ പോകുന്ന വഴി, നിങ്ങളുടെ യാത്രകളിൽ അല്ലെങ്കിൽ ഒത്തിരി കെണികൾ പതിയിരിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ അല്ലെങ്കിൽ ഈ വചനങ്ങൾ നിങ്ങൾ വായിച്ചു. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന നല്ല മാതൃക. നമ്മൾ പിൻപറ്റി നല്ല ജീവിച്ചാൽ സങ്കടപ്പെടേണ്ടതായി വരികയില്ല. അല്ല എങ്കിൽ നമ്മുടെ ജീവിതം സങ്കടമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമൻ ദൈവത്തിന് വേണ്ടി നിന്ന വ്യക്തി വിഗ്രഹങ്ങളെ സേവിച്ചവനാണെങ്കിലും അവൻ ദൈവത്തിന് വേണ്ടി ആലോചന ചോദിച്ചുകൊണ്ട് ദൈവത്തോട് മന്ത്രിക്കാതെ നിന്നതുകൊണ്ട് ഹല്ലേലൂയ അവന്റെ ജീവിതത്തിൽ അവനാണ് വിശ്വാസികളുടെ പിതാവ് എന്ന് അറിയപ്പെടുവാൻ ഹല്ലേലൂയ ഇടയായി തീർന്നു. നിങ്ങളെ ഞാൻ ഈ ലോകത്തിൽ നിങ്ങളെയും ഉയർത്തുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അനുസരണത്തോടെ ദൈവസന്നിധിയിൽ നിന്ന കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവസന്നിധിയിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമേ അവൻ നമ്മെ പുതിയ ശിരസുയരുവാനല്ലയോ
തുറക്കപ്പെട്ട കീഴ്വാതിലൂടെ തുറക്കപ്പെട്ട കീഴ്വാതിലൂടെ സകല വിശുദ്ധ ദൂത സംഘ പരിവാരത്തോടെ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ ശോഭരക്ഷം ദൂത സേവിതരിതാ ശോഭരക്ഷം ദൂത സേവിതരിതാ യോഹന്നാനിൽ പാടി കണ്ടപ്പോൾ മേഘരൂഢരാ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ കരൂപുകൾ സടാപ്പുകൾ ദൂതരിതാ കരൂപുകൾ സടാപ്പുകൾ ദൂതരിതാ സ്വർഗ്ഗപാളം കരുതിയെത്തിയ വിശുദ്ധ ഗീതക്കാർ വാനിൽ വാനിൽ വരുന്നു ശീഘ്രമായി വാനിൽ വാനിൽ വരുന്നു ശീഘ്രമായി ശോഭരക്ഷം ദൂത സേവിതരിതാ ശോഭരക്ഷം ദൂത സേവിതരിതാ യോഹന്നാനിൽ പാടി കണ്ടപ്പോൾ മേഘരൂഢരാ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ ഇവിടെ കയറി വരുവിനെന്തുള്ളാവിളി ഇവിടെ കയറി വരുവിനെന്തുള്ളാവിളി കേട്ട് കാഴ്ചക്കും ലഭിക്കുവാൻ ചെവി കൊതിക്കുന്നു ഉഗ്രമാം കേൾക്കാൻ കേൾക്കാൻ കൊതിക്കുന്നു ഉഗ്രമാം കേൾക്കാൻ കേൾക്കാൻ കൊതിക്കുന്നു ഉഗ്രമാം ശോഭരക്ഷം ദൂത സേവിതരിതാ ശോഭരക്ഷം ദൂത സേവിതരിതാ യോഹന്നാനിൽ പാടി കണ്ടപ്പോൾ മേഘരൂഢരാ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ കണ്ടാലോ ഉഴവു ചാൽപ്പോലൂറിടുന്നു കണ്ടാലോ ശോഭയില്ല ചുരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു കണ്ടാലോ ആളറിയുന്നില്ല ഉഴവു ചാൽപ്പോലൂറിടുന്നു കണ്ടാലോ മുഖശോഭയില്ല ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു മകനേ മകനേ നീ മഞ്ഞിനായിടുവാൻ മകനേ മകനേ നീ മഞ്ഞിനായിടുവാൻ കാൽവരിയിൽ നിനക്കായി ഇറങ്ങിയിടുന്നു കാൽഭാരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു കാൽവരിയിൽ നിനക്കായി ഇറങ്ങിയിടുന്നു കാൽഭാരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു നീ നോക്കുക നിനക്കായി തകർന്നിടുന്നു മകനേ നീ നോക്കുക നിനക്കായി തകർന്നിടുന്നു മകനേ നീ നോക്കുക നിനക്കായി തകർന്നിടുന്നു കണ്ടാലോ അറിയുകയില്ല ഉഴവു ചാൽപ്പോലൂറി